എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മസാലക്കറിയെന്നോ കുറുമയെന്നോ വിളിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കസ്കസും പെരിഞ്ചീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഈ പരിവായതും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മസാലക്കറിക്കൊക്കെ ഇടാൻ പറ്റിയ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കഷ്ണങ്ങളൊക്കെ മസാലയുടെ കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർക്കുക. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം പോരെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്താവുന്നതാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുക. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വേവ് നോക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കരണ്ടി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറികളൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാത്തവരാണ് ഞാൻ ചേർത്താതിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.